അരവത്ത് മട്ടൈക്കാനം ഘടകം ശ്രീ പൂപാണംകുഴി ക്ഷേത്രം പുനഃപ്രതിഷ്ഠ ബ്രഹ്മകലശ മഹോത്സവം ഫെബ്രുവരി 22 മുതൽ 27 വരെ നടക്കും. ഇതിനുള്ള എല്ലാ മുന്നൊരുക്കങ്ങളും പൂർത്തിയായതായി ആഘോഷ കമ്മിറ്റി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ഉയർന്ന ഗുണനിലവാരം, തികഞ്ഞ വിശ്വസ്തത, ജനതാ പാൽ. അത്യുത്തര കേരളത്തിലെ യാദവ സമുദായത്തിന്റെ പ്രമുഖ ഘടകവും ഐതിഹ്യപ്പെരുമയാൽ സമ്പന്നവുമായ അരവത്ത് മട്ടൈക്കാനം ശ്രീ പൂപാണംകുഴി ക്ഷേത്രത്തിൽ ഉദ്ദേശം 2 കോടിയോളം രൂപ ചെലവഴിച്ചാണ് പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചത്. ഇതിന്റെ ഭാഗമായുള്ള പുനഃപ്രതിഷ്ഠ ബ്രഹ്മകലശ മഹോത്സവമാണ് ഫെബ്രുവരി 22 മുതൽ 27 വരെയുള്ള ദിവസങ്ങളിൽ നടക്കുന്നത്. ഇതോടനുബന്ധിച്ച് സാംസ്കാരിക സമ്മേളനം, ആചാര്യ സംഗമം, കർഷക സംഗമം, വനിതാ സംഗമം, മാതൃവന്ദനം, പ്രവാസി സംഗമം, സർവമത സമ്മേളനം, ആധ്യാത്മിക സമ്മേളനം, വിവിധങ്ങളായ കലാപരിപാടികൾ എന്നിവയുണ്ടാകുമെന്നും ആഘോഷ കമ്മിറ്റി ഭാരവാഹികൾ കാസർഗോഡ് പ്രസ് ക്ലബ്ബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. രാവിലെ 8:55 മുതൽ 9:55 വരെ കന്നിക്കലവറ നടക്കുകയും അത് കഴിഞ്ഞാൽ വിവിധ പ്രദേശങ്ങളിൽ നിന്നും 10-11 പ്രാദേശിക കമ്മിറ്റി ഉണ്ട്. പ്രാദേശിക കമ്മിറ്റിയുടെയും ഒരു 10-20ഓളം കലവറ ഘോഷയാത്ര നടക്കുകയാണ്. ഉച്ചയ്ക്ക് 3 മണിക്ക് സാംസ്കാരിക സമ്മേളനം, അത് ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ കടന്നപ്പള്ളി അവരാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. അത് കഴിഞ്ഞാൽ വൈകുന്നേരം 5 മണിക്ക് ആചാര്യ വരവേൽപ്പ്. KU പത്മനാഭ തന്ത്രി അരവത്ത് അവരുടെ പൂർണ്ണ കുംഭത്തോടുകൂടി ക്ഷേത്രത്തിൽ ആനയിച്ചു കൊണ്ടിരിക്കുകയാണ്. അതോടുകൂടി കലശം തുടക്കം കുറിക്കുകയാണ്. അതിനോടനുബന്ധിച്ച് ഒരുപാട് പരിപാടികളൊക്കെ സംഘടിപ്പിച്ചിട്ടുണ്ട്. ഫെബ്രുവരി 22 രാവിലെ 8:55 കന്നിക്കലവറ നടക്കുന്നതോടെ ആഘോഷത്തിന് സമാരംഭമാകും. തുടർന്ന് 10 മണി മുതൽ വിവിധ യൂണിറ്റുകൾ, ക്ഷേത്രങ്ങൾ, തറവാടുകൾ എന്നിവിടങ്ങളിൽ നിന്നടക്കം കലവറയിലേക്കുള്ള ഭക്ഷ്യധാന്യങ്ങൾ ഘോഷയാത്രയായി ക്ഷേത്രത്തിലെത്തിക്കും. 11 മണിക്ക് P. ദാമോദരന്റെ പുല്ലാങ്കുഴൽ വായന, ഉച്ചയ്ക്ക് 12 മണിക്ക് അന്നദാനം, 12:30 നാദം ഓർക്കസ്ട്രയുടെ ഭക്തിഗാനസുധ, 1:30 കരുവാക്കോട് രാജരാജേശ്വരി ക്ഷേത്ര ഭരണസമിതിയുടെ ഭജന, വൈകിട്ട് 3 മണിക്ക് സാംസ്കാരിക സമ്മേളനം. പുരാവസ്തു വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഇതിന്റെ ഉദ്ഘാടനം നിർവഹിക്കും. CH കുഞ്ഞമ്പു MLA മുഖ്യാതിഥിയായി പങ്കെടുക്കും. MLAമാരായ E. ചന്ദ്രശേഖരൻ, NA നെല്ലിക്കുന്ന് എന്നിവരും സംബന്ധിക്കും. വൈകിട്ട് 5 മണിക്ക് നടക്കുന്ന ആചാര്യ വരവേൽപ്പിൽ അരവത്ത് KU പത്മനാഭ തന്ത്രികളെയും കീക്കാങ്ങോട്ട് KU നാരായണ തന്ത്രികളെയും ഒപ്പം പരിവാരങ്ങളെയും പൂർണ്ണ കുംഭത്തോടെ ക്ഷേത്രത്തിലേക്ക് സ്വീകരിച്ചാനയിക്കും. 6 മണിക്ക് എടനീർ മഠാധിപതി സ്വാമി സച്ചിദാനന്ദ ഭാരതികൾ വിവിധ ദർബിതികളുടെ സമർപ്പണം നിർവഹിക്കും. 7:30 മട്ടൈ, കരുവാക്കോട്, കുതിരക്കോട്, ആലക്കോട് പ്രാദേശിക ആഘോഷ കമ്മിറ്റികളുടെ കലാപരിപാടികൾ. 2ാം ദിനമായ 23 രാവിലെ 6:30 മുതൽ താന്ത്രിക കർമ്മങ്ങൾ. 10 മണിക്ക് ആചാര്യ സംഗമം. രാജ്മോഹൻ ഉണ്ണിത്താൻ MP ഉദ്ഘാടനം ചെയ്യും. യാദവ സഭ അഖിലേന്ത്യാ സെക്രട്ടറി രമേഷ് യാദവ് മുഖ്യപ്രഭാഷണം നടത്തും. 11:30 മുതൽ പൂപാണംകുഴി ക്ഷേത്ര ഭജനസമിതിയുടെ ഭജന. വൈകിട്ട് 3 മണിക്ക് കർഷക സംഗമവും പരമ്പരാഗത കാർഷികോൽപ്പന്നങ്ങളുടെ പ്രദർശനവും കർഷകരെ ആദരിക്കലും. കേരള പൂരക്കളി അക്കാദമി ചെയർമാൻ K. കുഞ്ഞിരാമൻ ഈ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിക്കും. സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡ് മെമ്പർ സെക്രട്ടറി ഡോക്ടർ V. ബാലകൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തും. പത്മശ്രീ സത്യനാരായണ ബലേരി മുഖ്യാതിഥിയായി പങ്കെടുക്കും. പുലരി അരവത്താണ് കാർഷിക പ്രദർശനം ഒരുക്കുന്നത്. വൈകിട്ട് 5 മണിക്ക് സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്ര ഭജനസമിതിയുടെ ഭജന. 6:30 താന്ത്രിക കർമ്മങ്ങൾ. രാത്രി 7 മണിക്ക് മെഗാ കൈകൊട്ടിക്കളി. 7:30 മുതൽ പതിക്കാൽ, കാലിച്ചാമരം, തച്ചങ്ങാട്, കീക്കാനം, തച്ചങ്ങാട് അരവത്ത്, പാലത്താട് പ്രാദേശിക ആഘോഷ കമ്മിറ്റികളുടെ കലാപരിപാടികൾ. 3ാം ദിനമായ 24 രാവിലെ 10 മണിക്ക് വനിതാ സംഗമവും ലഹരിവിരുദ്ധ ബോധവൽക്കരണ ക്ലാസും. കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് K. സുജാത ഉദ്ഘാടനം ചെയ്യും. 11:30 തച്ചങ്ങാട് അയ്യപ്പ ഭജന സംഘത്തിന്റെ ഭജന. ഉച്ചയ്ക്ക് 2 മണിക്ക് തച്ചങ്ങാട് പ്രവാസി കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ പുത്തൂർ ഉദയകലാകേന്ദ്രത്തിന്റെ സംഗീതാർച്ചന. രാത്രി 7 മണിക്ക് പൂപാണംകുടി ക്ഷേത്ര പൂരക്കളി സംഘത്തിന്റെ മെഗാ പൂരക്കളി. 7:30 മുതൽ പൊടിപ്പുളം, പാലത്താട്, തച്ചങ്ങാട്, തോക്കാനമുട്ട പ്രാദേശിക ആഘോഷ കമ്മിറ്റികളുടെ കലാപരിപാടികൾ. 4ാം ദിനമായ 25 രാവിലെ 6:30 മുതൽ താന്ത്രിക കർമ്മങ്ങൾ. തുടർന്ന് മഹാപൂജ. ശേഷം 10 മണിക്ക് നടക്കുന്ന മാതൃവന്ദനം സിനിമാ നടൻ P. കുഞ്ഞികൃഷ്ണൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്യും. ക്ഷേത്രപരിധിയിലെ 75 വയസ്സ് പിന്നിട്ട അമ്മമാരെ പരിപാടിയിൽ ആദരിക്കും. തുടർന്ന് VK സുരേഷ് ബാബു കണ്ണൂരിന്റെ പ്രഭാഷണം. 11:30 കരുവാക്കോട് വള്ളിയോട്ടുകാവ് ഭജനസമിതിയുടെ ഭജന. വൈകുന്നേരം 3 മണിക്ക് നടക്കുന്ന പ്രവാസി സംഗമം കോഴിക്കോട് ക്രൈംബ്രാഞ്ച് SP KV വേണുഗോപാലൻ ഉദ്ഘാടനം ചെയ്യും. വിഷൻ ഫോർ ഫ്യൂച്ചർ എന്ന വിഷയം സുകുമാരൻ വയലപ്പുറം അവതരിപ്പിക്കും. രാത്രി 7 മണിക്ക് പൂപാണംകുഴി മാതൃസമിതിയുടെ പൂരക്കളി. 7:30 മുതൽ മെഗാ മ്യൂസിക്കൽ നൈറ്റ്.
5-ാം ദിനമായ 26-ന് രാവിലെ 10 മണിക്ക് സർവമത സമ്മേളനം. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സാബു എബ്രഹാം ഇതിന്റെ ഉദ്ഘാടനം നിർവഹിക്കും. പരിപാടിയിൽ ഡിവൈഎസ്പി ടി ഉത്തംദാസ് മുഖ്യാതിഥിയായി പങ്കെടുക്കും. 11:30 മുതൽ കളനാട് കാളിയ ദേവീക്ഷേത്രം, പൂച്ചക്കാട് തൊട്ടിയിൽ അയ്യപ്പ ഭജനമന്ദിരം, കരിപ്പോടി ശാസ്താ വിഷ്ണുക്ഷേത്രം ഭജനസമിതികളുടെ ഭജന. 6:30 CC ദിനേശിന്റെ ആധ്യാത്മിക പ്രഭാഷണം നടത്തും. 7:30 ദക്ഷനാട്ടിയുടെ നൃത്തശില്പം. 8 മണി മുതൽ അരവത്ത് നാട്യ സ്കൂൾ ഓഫ് ഡാൻസിലെ കുട്ടികളുടെ അരങ്ങേറ്റം. സമാപന സുദിനമായ ഫെബ്രുവരി 27 രാവിലെ 6:30 മുതൽ ഗണപതി ഹോമം. തുടർന്ന് പ്രസാദ പ്രതിഷ്ഠ, പീഠപ്രതിഷ്ഠ എന്നിവയ്ക്ക് ശേഷം 11:12 11:34 മധ്യേയുള്ള ശുഭമുഹൂർത്തത്തിലാണ് ദേവപ്രതിഷ്ഠ. ശേഷം കുംഭകലശാഭിഷേകം, നിദ്രകലശാഭിഷേകം, ജീവകലശാഭിഷേകം, പ്രതിഷ്ഠാപൂജ, മഹാപൂജ എന്നിവയോടെ ഉത്സവം സമാപിക്കും. ക്ഷേത്രത്തിൽ അനിവാര്യവും അനുയോജ്യവുമായ പുനരുദ്ധാരണ പ്രവൃത്തികളെല്ലാം തന്നെ ആകർഷകവും അനുകരണീയവുമായ രീതിയിൽ സമയബന്ധിതമായി തന്നെ പൂർത്തീകരിക്കാൻ കഴിഞ്ഞതിന്റെ അഭിമാനത്തിലും ചാരിതാർത്ഥ്യത്തിലുമാണ് നിർമ്മാണ കമ്മിറ്റിയുടെ അമരക്കാരും. കലശം 22 മുതൽ 27 വരെ നടക്കുകയാണ്. അതിൽ ഒരുപാട് നിർമ്മിതികൾ നടന്നിട്ടുണ്ട്. ആദ്യമായി തിരുമുറ്റം കരിങ്കല്ല് പാകുകയാണ്. അത് ഒരുപാട് ആൾക്കാരുടെ ഒരു സംഭാവനയാണ്. അതുപോലെ തന്നെ നിവേദ്യപുര, അതൊരു മറ്റൊരു വ്യക്തിയുടെ ഒരു സംഭാവനയാണ്. അതുപോലെ തന്നെ പുറത്തുള്ള കളത്തിൻ്റെ പണി, അതും 2 പേര് കൂടിയിട്ട് ഒരു 5700 സ്ക്വയർ ഫീറ്റോളം അതും ചെയ്തു തന്നിട്ടുണ്ട്. പിന്നെ ഭണ്ണാരത്തിൻ്റെ ഒരു വ്യക്തി സ്പോൺസർ ചെയ്താണ്. അതേപോലെ തന്നെ എരിഞ്ഞിത്തറ ഒരു 10 പേര് കൂടിയിട്ടാണ് അതിൻ്റെയും പണി ചെയ്തു തന്നിട്ടുള്ളത്. കൂവളത്തിൻ്റെ തറയും അതുപോലെ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. മൊത്തത്തിൽ നല്ല ഒരു സഹകരണം എല്ലാവരുടെ ഭാഗത്തുണ്ടായി. അതുപോലെ തന്നെ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് ഗൾഫ് കമ്മിറ്റിയാണ്. ഗൾഫ് കമ്മിറ്റിയെ വളരെയധികം ഈ സമയത്ത് അഭിനന്ദിക്കുകയാണ്. വളരെ ആത്മാർത്ഥമായിട്ട് ഈ പരിപാടിയിൽ എല്ലാവരും സഹായിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാവർക്കും നന്ദി പറയുകയാണ്. ഉത്സവത്തിന്റെ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് അന്നദാനം ഉണ്ടായിരിക്കുമെന്നും ഭാരവാഹികൾ പ്രത്യേകം അറിയിച്ചു. ആഘോഷ കമ്മിറ്റി ചെയർമാൻ കെ ശിവരാമൻ മേസ്ത്രി, ജനറൽ കൺവീനർ രാഘവൻ തച്ചങ്ങാട്, ചീഫ് കോർഡിനേറ്റർ അശോകൻ പതിക്കാൽ, അശോക് കുമാർ തോക്കാനമൊട്ട, ട്രഷറർ സമാജ് ബാബു, പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ ചന്ദ്രൻ തച്ചങ്ങാട്, മീഡിയ കമ്മിറ്റി ചെയർമാൻ മാധവൻ പാക്കം, കൺവീനർ മഹേഷ് തച്ചങ്ങാട് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഉദുമ.